അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയുണ്ട് സഹോദരി സഹോദരങ്ങളെ, സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടത്തിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ നാം എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നോൻപ് 9 നിലകൊള്ളുന്നത്. റഹ്മത്തിൻ്റെ ദിവസം, റഹ്മത്തിനെ തേടാൻ വേണ്ടി പറഞ്ഞ ദിവസം ഇനി നാളെയും കൂടിയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടണം, പൊരുത്തപ്പെടണം, അള്ളാഹു തൃപ്തിപ്പെട്ടവരിൽ നമുക്ക് പെടണം എന്ന് നമുക്കും ആഗ്രഹമുണ്ട്. അതുപോലെ അള്ളാഹും ആ ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളോട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അള്ളാഹുവിന് വഴിപ്പെടുവാൻ സദാ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കാൻ സദാ നമ്മൾ തയ്യാറെടുക്കേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ ഖുർആൻ പാരായണവും ദിക്റുകളും സലാത്തുകളും ഒക്കെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക പരിശുദ്ധ റമദാനിൽ. ഏറ്റവും ശ്രേഷ്ഠമേറിയത് ഖുർആൻ പാരായണവും അതിനോടനുബന്ധിച്ച് തന്നെ ദിക്റുകളും സലാത്തുകളും അദ്കാറുകളും എല്ലാം അവന് വളരെയധികം പ്രധാനപ്പെട്ട ഇബാദത്തുകളാണ്. ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരവും നോൻപും എന്നത് മാത്രമല്ല, ദുആയാണ് ഏറ്റവും അതിൻ്റെ ഫസ്റ്റ് ഘടകം. ദുആയാണ്. ദുആയില്ലാതെ ഒരു നമസ്കാരവുമില്ല, നോൻപുമില്ല, സക്കാത്തുമില്ല, ഒന്നുമില്ല. എന്ത് നമ്മൾ ചെയ്താലും അള്ളാഹുവിനോട് പറയണം, അള്ളാഹു ഇത് നീ സ്വീകരിക്കണേ, അള്ളാഹുവെ ഇത് നീ എളുപ്പമാക്കി തരണേ, അല്ലെങ്കിൽ എനിക്ക് നീ ഭേദമാക്കി തരണേ. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ദുആയാണ്. അപ്പോൾ ദുആനെ പിന്നാക്കം വെച്ചുകൊണ്ടുള്ള ഇബാദത്തുകൾ പ്രതിഫലം എങ്ങനെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. നമസ്കരിച്ചാൽ തന്നെ നമ്മൾ ഉടനടി പറയുന്നു അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നൊരു പാപം ചെയ്തിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും അള്ളാഹുവിനോടാണ് നമ്മളുടെ പൊറുക്കലിനെ തേടാനും നമ്മൾ ചെയ്തൽ വന്നുപോയ അപാകതകൾ പൊറുക്കാനും എല്ലാം നമ്മൾ തേടേണ്ടത്. നമ്മൾ മഹാന്മാരോട് കൂടെ, അള്ളാഹ് ഇഷ്ടപ്പെട്ടവരോടുകൂടെ ചേരാൻ അള്ളാഹു തന്നെയാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആയതുകൊണ്ട് അതിനും നമ്മൾ എപ്പോഴും പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മൾക്ക് വിട പറയുമ്പോൾ പരിപൂർണമായും നമ്മളുടെ ഹൃദയം ശുദ്ധിയാക്കി, നമ്മൾക്ക് യഥാർത്ഥ തഖ്വയുള്ളവരാക്കി, ഈമാൻ കാമിലായിക്കൊണ്ടുള്ളൊരു ശരീരത്തിനെ, റൂഹിനെ നമ്മൾക്ക് വളർത്തിയെടുക്കാൻ കഴിയണം, വാർത്തെടുക്കാൻ കഴിയണം. ആ ജീവിതമാണ് നമ്മൾ റമദാൻ കഴിഞ്ഞാലും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിനൊരു തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി ദിക്റുകളിലും സലാത്തിലും ഖുർആൻ പാരായണത്തിലും ആയിക്കൊള്ളുക. ഈ ദിവസങ്ങൾ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ആ ദിവസം നമ്മൾ വളരെയധികം പ്രധാനപ്പെടുത്തിക്കൊണ്ട് ദുആ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ ഒന്നും തന്നെ മുടങ്ങാതെ, രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ഇബാദത്തിലായിക്കൊണ്ട് ചേരണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു നാം എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിശുദ്ധ റമദാനെ ഏറ്റവും കൂടുതൽ ബഹുമാനിച്ച, സ്നേഹിച്ച, ആദരിച്ചവരുടെ കൂട്ടത്തിൽ ഈ ഹജാറത്തിൻ്റെ മക്കളെ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നാളെ മഹ്ശറായിൽ അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ ചാരത്ത് ഒരുമിച്ച് ചേരാൻ ഈ ഹജാറത്തിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി പ്രവർത്തിക്കുക, ദുആ ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.